നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഫാക്റ്റ് ആണ്. അതായത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ അറിയാം, ഈ ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചുപോയ കുറച്ച് ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ നമുക്കത് നഷ്ടമാകരുത്. ആ ഒരു ഫാക്റ്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ജസ്റ്റിസ് ഫാത്തിമ ബീവി മലയാളിയാണ്. ജനിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. 1927 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി ജനിക്കുന്നത്. പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, മരിച്ചത് ജസ്റ്റിസ് ഫാത്തിമ ബീവി മരിച്ചത് 2023 നവംബർ 23. പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. 2023 നവംബർ 23 ജസ്റ്റിസ് ഫാത്തിമ ബീവി മരിക്കുന്നത്. 2023 നവംബർ 23. നവംബർ 23 ഉൾപ്പെടെ പഠിച്ചോളൂ കേട്ടോ. അത് കാരണം എന്താണ്? MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് മരിച്ച ഡേറ്റ് ഒക്കെ PSC ഓൾറെഡി ചോദിച്ചു, മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടുന്ന് ചോദ്യം വരാം. 2023 നവംബർ 23, 223 ആണ്. പിന്നെ നവംബർ അവിടെ ഓർത്താൽ മതി, നവംബർ ആണെന്ന് മാത്രം ഓർത്താൽ മതി. 2023 നവംബർ 23. സുപ്രീം കോടതിയുടെ ജഡ്ജി ആവുന്ന ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതി ജഡ്ജി ആവുന്ന ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബീവി. 1989 മുതൽ 1992 വരെ 1989 മുതൽ 1992 വരെ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു ഫാത്തിമ ബീവി. പോയിന്റ് ഓർക്കണം. 1989, 1992 സുപ്രീം കോടതി ജഡ്ജി ഫാത്തിമ ബീവി. അടുത്തത് തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു. 1997 മുതൽ 2001 വരെ. ഈ കാലഘട്ടത്തിന് വലിയ പ്രസക്തിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1997 മുതൽ 2001 വരെ തമിഴ്നാട്ടിലെ ഗവർണർ ആയിരുന്നു. അപ്പൊ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു എന്നുള്ളത് അവിടെ ഒന്ന് ഓർത്തോണം. തമിഴ്നാട്ടിലെ ഗവർണർ ആവുന്ന ആദ്യത്തെ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. അതുപോലെ ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിൽ ഗവർണർ ആവുന്ന ആദ്യത്തെ വനിത ഫാത്തിമ ബീവി, ഗവർണർ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. പോയിന്റ് അവിടെ വ്യക്തമാണ്. ഇനി പത്മ പുരസ്കാരത്തിന്റെ മാതൃകയില് പുരസ്കാരം, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ചതാണ് ഇത്? കേരള ജ്യോതി, അതുപോലെ കേരള പ്രഭ, അതുപോലെ കേരള ശ്രീ എന്നിങ്ങനെ. അപ്പൊ പത്മവിഭൂഷണ് പകരം കേരള ജ്യോതി, പത്മഭൂഷണ് പകരം കേരള പ്രഭ, പത്മശ്രീക്ക് പകരം കേരള ശ്രീ. അപ്പൊ ഈ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ചതാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവ. അപ്പൊ ഈ കേരള പ്രഭ പുരസ്കാരം 2023 ആർക്ക് ലഭിച്ചു? ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് ലഭിച്ചു. അപ്പൊ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഏത് മേഖലയിലാണ് അത് ലഭിച്ചതെന്നൂടെ അവിടെ ഓർത്തോണം. സാമൂഹ്യ സേവനം, സിവിൽ സർവീസ്, ഈ ഒരു മേഖലയിലാണ്. സാമൂഹ്യ സേവനം, സിവിൽ സർവീസ്, ഈ ഒരു മേഖലയില് 2023 കേരള പ്രഭ ലഭിച്ചു. അതവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് കേരള പ്രഭ. ഇനി അടുത്തത് 1950 ഇപ്പൊ 1927 ജനിക്കുന്നത്. 1950 ആയപ്പോൾ കൊല്ലം ജില്ലാ കോടതിയിലെ അഭിഭാഷകയായി. 1950 കൊല്ലം ജില്ലാ കോടതിയിലെ അഭിഭാഷകയായി. ഇനി അടുത്തത് തിരുവിതാംകൂറിൽ നിന്ന് ബാച്ചിലർ ഓഫ് ലോ BL നിയമത്തിൽ ബിരുദം നേടുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ്. തിരുവിതാംകൂറിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടുന്ന ആദ്യത്തെ മുസ്ലിം വനിതയാണ് ഫാത്തിമ ബീവി.
അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ലോയിൽ അല്ലെങ്കിൽ നിയമബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടുന്ന ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ഫാത്തിമ ബീവി. നിയമബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യത്തെ വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടെ എങ്ങനെ ഓർത്തിരിക്കുക? അങ്ങനല്ല, ഈ കാര്യങ്ങൾ കേട്ടിട്ട് ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി അറിയാവുന്ന ആള് ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് പോവുക. അപ്പൊ നിയമബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയ ആദ്യത്തെ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയും ഫാത്തിമ ബീവിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയും ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ഓക്കെ, കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ഇതൊക്കെ എന്ന് പറയുമ്പോ അത്ര ശ്രദ്ധ കിട്ടുന്ന ഒരു പോയിന്റ് അല്ല. കാരണം എന്താണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, ഈ രീതിയിൽ ചോദ്യം വന്നാൽ അവിടൊക്കെ ഇങ്ങനൊക്കെ കണ്ടാൽ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് സംശയം വരാൻ സാധ്യതയാണ്. അത് ശ്രദ്ധിക്കണം. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജസ്റ്റിസ് ഫാത്തിമ ബീവി. പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നു. പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷനിൽ അംഗമായിരുന്നു. ചെയർമാൻ ആയിരുന്നു എന്നൊന്നും പറഞ്ഞില്ല, അംഗമായിരുന്നു ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇനി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പറ്റിയുള്ള ജീവചരിത്രമാണ് നീതിയുടെ ധീരസഞ്ചാരം. ആരാണ് ഈ ജീവചരിത്രം? നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷ്റഫ്. അതൊക്കെ ഓർത്തിരിക്കണം. KT അഷ്റഫ്. നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരെ കുറിച്ചുള്ളതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അത് രചിച്ചത് KT അഷ്റഫ്. ഇനി കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഒരു സാംസ്കാരിക വകുപ്പ് എന്ത് പുറത്തിറക്കി? ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കി. സാംസ്കാരിക വകുപ്പ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കി. കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് പുറത്തിറക്കിയ ഡോക്യുമെന്ററിയുടെ പേരാണ് നീതിപാതയിലെ ധീരവനിത. അതായത് ഒന്ന് നോട്ട് ചെയ്തോണം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നീതിപാതയിലെ ധീരവനിത ആരെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. നീതിപാതയിലെ ധീരവനിത. ബുക്കിന്റെ പേര് നീതിയുടെ ധീരസഞ്ചാരം. മാറിപ്പോരുത്. ബുക്കിന്റെ പേര് നീതിയുടെ ധീരസഞ്ചാരം. ഡോക്യുമെന്ററിയുടെ പേര് നീതിപാതയിലെ ധീരവനിത. ധീരവനിത. ഓക്കെ, അത് സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രൻ ആണ്. നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രനാണ്. അപ്പൊ ജനിച്ചത് 1927 ഏപ്രിൽ 30, മരിച്ചത് 2023 നവംബർ 23-നാണ്. 1989 മുതൽ 92 വരെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യത്തെ വനിതയാണ്. 97 മുതൽ 2001 വരെ തമിഴ്നാടിന്റെ ഗവർണർ ആവുന്നു. ആദ്യത്തെ വനിതയാണ്. ഗവർണർ പദവിയിൽ എത്തുന്ന ആദ്യത്തെ മലയാളി വനിതയാണ്. 2023 കേരള പ്രഭ ലഭിച്ചു. സാമൂഹിക സേവനം, സിവിൽ സർവീസിനാണ് ലഭിക്കുന്നത്. 1950 കൊല്ലം ജില്ലാ കോടതിയിൽ അഭിഭാഷകയായി. തിരുവിതാംകൂറിൽ നിന്ന് ബിരുദം നേടിയ ആദ്യത്തെ മുസ്ലിം വനിതയാണ്. ബാച്ചിലർ ഓഫ് ലോ നിയമബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടുന്ന ആദ്യത്തെ വനിതയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. കേരള പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ്. പ്രഥമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം രചിച്ചത് KT അഷ്റഫ് ആണ്. നീതിപാതയിലെ ധീരവനിത എന്ന് പറയുന്നത് ഡോക്യുമെന്ററിയാണ്. അത് സംവിധാനം ചെയ്തത് പ്രിയ രവീന്ദ്രൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ
നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. ഭാരതരത്നമാണ്. രണ്ടാമത്തത് പത്മവിഭൂഷണാണ്. പത്മവിഭൂഷൺ. മൂന്നാമത്തത് പത്മഭൂഷണാണ്. പത്മഭൂഷൺ. നാലാമത്തത് പത്മശ്രീയാണ്. പത്മശ്രീയാണ്. 2024 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു കേട്ടോ. 2024 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. ആരെ? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കേട്ടോ. അപ്പം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ഉപകാരപ്പെടും. എല്ലാവർക്കും നന്ദി.